ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിന്നൊരു മുട്ടയുടെ ഒരു റോസ്റ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ പോണേ. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് തന്നെ എന്ത് ചെയ്യും, നല്ലോണം മുട്ട ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാക്കി ഇതാക്കാം കേട്ടോ. ഞാനിപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് 3 മുട്ടയായി മാറുന്നുണ്ട് കേട്ടോ. മമ്മ ഇടയിലിടയിൽ 2-3 പ്രാവശ്യം വന്ന് കഴിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു പാത്രം വെച്ചിട്ട്, ഗ്യാസ് മണിക്ക് ഒരു പാത്രം വെച്ചിട്ട് ഉപ്പുപൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അതേ മുട്ടകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, മുട്ട കണ്ട് മറിച്ചിടാം കേട്ടോ. അതൊന്ന് അടിയൊന്ന് ഉരിഞ്ഞ് വരുമ്പോൾ അതേ അങ്ങനെ ഫുള്ളൊന്നും ഇതാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മുട്ട ഇവിടെ മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നമുക്കൊരു പാത്രം വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും സബോള ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സബോളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുന്നത് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി ഇട്ട് കൊടുത്ത വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ അതും കൂടി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ സാധനം ഉണ്ട് കേട്ടോ, നമ്മളെ ഈ കറിയുടെ ടേസ്റ്റ് മുഴുവൻ കിടക്കുന്ന ഇതിലാണ് മാഗി ക്യൂബ് കേട്ടോ. ഞാനിപ്പോൾ ഒരു പീസ് മാഗി ക്യൂബ് എടുക്കണുള്ളൂ. മാഗി ക്യൂബും കൂടി ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം വെള്ളം ഒന്ന് എല്ലാം കൂടി ഒന്ന് കലങ്ങി വരാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കണ്ടില്ലേ, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് മുട്ടയിട്ട് മിക്സ് ചെയ്താൽ മതി. കണ്ടില്ലേ, നല്ല രീതിയിൽ ഇതായി വന്നിട്ടുണ്ട്. എല്ലാം പിടിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ആ മുട്ടയിൽ മുഴുവൻ നമുക്ക് അധികം നേരിട്ട് വേവിക്കാൻ ഒന്നും ചെയ്യണ്ട. ഈ മസാല ഒക്കെ മുട്ടയിൽ നമ്മൾ പിടിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ പൊറോട്ടയ്ക്ക് കഴിച്ചിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മമ്മൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.